നമ്മൾ 4x4-ൻ്റെ ആദ്യം നമ്മൾ ടോപ്പൊക്കെ ശരിയാക്കി, എല്ലാ സെൻറ്ററുകളും ശരിയാക്കി. നമ്മൾ ആദ്യം ലോജിക് ഉപയോഗിച്ച് നമ്മൾ ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എഡ്ജ് ശരിയാക്കി. ഇതേമാതിരി ഓരോ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടോപ്പ് എല്ലാത്തിൻ്റെയും റെഡിയാക്കി, സെൻറ്റർ പീസുകളൊക്കെ റെഡിയാക്കി. അത് കഴിഞ്ഞ് എഡ്ജുകൾ റെഡിയാക്കി, എല്ലാത്തിൻ്റെയും 12 എഡ്ജുണ്ട്. ഇനി അടുത്തത് നമ്മൾ 3x3 ചെയ്യുന്ന മാതിരി ഈ യെല്ലേക്ക് ചുറ്റും വൈറ്റ് കൊണ്ടുവരണം. എവിടേക്കാണ് വൈറ്റ് ഇരിക്കുന്നതെങ്കിൽ വൈറ്റിൻ്റെ എഡ്ജ് കൊണ്ടുവരണമെങ്കിൽ അങ്ങനെ ഒരു പ്ലസ് പോലെ യെല്ലേക്ക് ചുറ്റും കൊണ്ടുവരണം. നമ്മൾ 3x3 ചെയ്ത അതേ സെയിം മെത്തേഡ് തന്നെയാണ്, പ്രത്യേകിച്ച് ഓർമ്മയിലൊന്നുമില്ല. അപ്പോൾ എവിടേക്ക് വെള്ളം ഇരിക്കും നോക്കാം, എനിക്ക് കൊണ്ടുവരണം അങ്ങോട്ട്. വെള്ളം എവിടെ ഇരിക്കും നോക്കാം. ഇവിടെ ഉണ്ട്. ഇനി ഒരു സൈഡ് വെള്ള ഈ ഭാഗത്തിരിക്കുന്നുണ്ട്, അടിയിലുണ്ട്, അതിനും കൂടെ കൊണ്ടുവരാം. അങ്ങനെ നമുക്ക് കിട്ടിയ വെള്ള അടിച്ചുകളെ ഈ മഞ്ഞയ്ക്ക് ചുറ്റും കൊണ്ടുവന്നു. നമ്മൾ 3x3 ചെയ്ത അതേമാതിരി തന്നെ കൊണ്ടുവരാം, അങ്ങനെ പ്ലസ് പോലെ കൊണ്ടുവരാം. ഇനി ഇതിനോട് മാച്ച് ചെയ്തിട്ട് അതിന് അടിയിലേക്ക് ഇറക്കാം. ഈ പച്ച തന്നെ ഇവിടെ സെൻറ്ററായിട്ട് മാച്ച് ചെയ്യിക്കുക. ഓരോ കളറിനെ അതായിട്ട് മാച്ച് ചെയ്തിട്ട് അടിയിലേക്ക് ഇറക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ നീലയാണ്, അപ്പോൾ നീലയായിട്ട് മാച്ച് ചെയ്യിക്കുക. ആദ്യം നീലയായിട്ട് മാച്ച് ചെയ്തിച്ചു. ഇനി നമുക്കിതിനെ ഈ വൈറ്റായിട്ട് മാച്ച് ചെയ്യിക്കാൻ അടിയിലേക്ക് കൊണ്ടുപോകാം. 1 2 ഇത് ഇവിടേക്ക് വന്നു. എല്ലാ സൈഡും അതുപോലെ ചെയ്യുക. ഇവിടെ ഓറഞ്ചാണ്, ഓറഞ്ചായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അടിയിലേക്ക് ഇറക്കുക, ഇതേമാതിരി കൊണ്ടുവരാം. ഇവിടെ പച്ചയായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ റെഡായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ വെള്ളേനെ അടിയിലേക്ക് കൊണ്ടുവന്നു. ഇതേ വെള്ളയുടെ ഒരു പ്ലസ് കിട്ടി. നമുക്ക് 3x3 ചെയ്ത് അതേ മെത്തേഡ് തന്നെ, വേറെ പുതിയതൊന്നുമില്ല. ഇനി 4 കോർണറിൽ നമുക്ക് വൈറ്റ് കൊണ്ടുവരണം. അത് 3x3 ചെയ്ത മാതിരി തന്നെ മുകളിൽ ഏത് ഉള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു വെള്ളയുണ്ട്, ഈ സൈഡ് ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ചായിട്ട് മാച്ച് ചെയ്യിക്കണം. 3x3 ചെയ്ത മാതിരി തന്നെ മാച്ച് ചെയ്ത് ഇനി പിന്നെ നമുക്കതിനെ അടിയിലേക്ക് കൊണ്ടുവരാം. ഇവിടേക്ക് വെള്ളം വന്ന് ഇനി 3 ഈ കോർണറിൽ കൂടി വെള്ളം കൊണ്ടുവരണം. ടോപ്പിൽ വെള്ളം വേണം. ഇപ്പോൾ ഇവിടെ ഒരു വെള്ളയുണ്ട്, ഈ സൈഡ് ഓറഞ്ചാണ്, ഓറഞ്ചായിട്ട് മാച്ച് ചെയ്യിക്കുക. ഓറഞ്ചായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്, അടിയിലേക്ക് ഇറക്കുക. ഇവിടേക്ക് കൊണ്ടുവന്നു. ഇനി 2 സൈഡിൽ കൂടി വെള്ളം കൊണ്ടുവരണം. വെള്ളത് ഒരെണ്ണം ഇവിടെ ഇരിക്കുന്നുണ്ട്, അതിൻ്റെ മുകളിലേക്ക് മാറ്റിയിട്ട് ഈ മുകളിലേക്ക് വെള്ളം എൻ്റെ മടിയിലേക്ക് മാറ്റണം. അടിയിലേക്ക് അവിടെ വൈറ്റ് പോകാനും പാടില്ല. ഒരു വെള്ളം ഇവിടേക്ക് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ മുകളിലുള്ള വെള്ളം നമ്മൾ സൈഡിലേക്ക് ഇറക്കിയിട്ട് നമ്മൾ ഈ കളറായിട്ട് മാച്ച് ചെയ്തിട്ട് അടിയിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ ഇവിടെ റെഡാണ്, റെഡായിട്ട് നമ്മൾ മാച്ച് ചെയ്തു. ഇനി നമ്മളതിന് അടിയിലേക്ക് കൊണ്ടുവരണം. പിന്നെ ഈ ഒരു കോർണർ കൂടി വെള്ളം കൊണ്ടുവരണം. വെള്ളം ഈ സൈഡിലിരിക്കുന്നുണ്ട്, അതിനെ ഈ റെഡാണ്, റെഡായിട്ട് മാച്ച് ചെയ്യിക്കണം. സെൻറ്ററായിട്ട് റെഡായിട്ട് മാച്ച് ചെയ്തു. ഈ സൈഡിൽ ഇങ്ങനെ പിടിക്കണം, നമുക്ക് അറിയാം. ഇപ്പോൾ നമ്മൾ വെള്ളേനെ ഫുള്ള് ഇവിടെ കൊണ്ടുവന്നു. 3x3 ചെയ്ത മാതിരി തന്നെ. അപ്പോൾ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ടാവും. പച്ച ഈ ലെയർ ശരിയായി, റെഡ് ഈ ലെയർ ശരിയായി.
ബ്ലൂ ഈ ലെയർ ശരിയായി, ഓറഞ്ച് ഈ ലെയർ ശരിയായി. 3x3 വരി തന്നെ ഫസ്റ്റ് ലെയർ റെഡിയായി. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ റെഡിയാക്കണം. സെക്കൻഡ് ലെയർ എന്ന് പറയുമ്പോൾ ഈ 2 പീസും കൂടിയിട്ടാണ്, ഈ 2 ഭാഗം കൂടിയിട്ടാണ് സെക്കൻഡ് ലെയർ വരുന്നത്. ഓക്കെ, അത് സെയിം 3x3 പോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മഞ്ഞയില്ലാത്ത ഏതെങ്കിലും ടോപ്പ് ഭാഗം നോക്കുക. മഞ്ഞയില്ലാത്ത ടോപ്പ് ഭാഗം എന്ന് പറയുമ്പോൾ മഞ്ഞയില്ലാത്ത എഡ്ജ് എന്ന് പറയുമ്പോൾ ഇവിടെ മഞ്ഞയില്ല, ഇവിടെ മഞ്ഞയുണ്ട്, ഇവിടെ മഞ്ഞയില്ല. ഇതെടുക്കാം. ഇപ്പോൾ പറ്റില്ല. നമ്മൾ തുടക്കത്തിൽ മഞ്ഞയില്ലാത്ത ഭാഗം നോക്കാം ടോപ്പിൽ. അപ്പോൾ ഇവിടെ മഞ്ഞയില്ല, അപ്പോൾ ഈ ഭാഗം ഇവിടെ ഓറഞ്ചാണ്. ഓറഞ്ചായിട്ട് മാച്ച് ചെയ്തിട്ട് നമ്മൾ 3x3 ചെയ്ത മാതിരി തന്നെ ഈ സെൻറ്റർ പീസ് റെഡിയാക്കാം. ഇപ്പോൾ ഇവിടെയാണ് ഇതായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത്, ഇവിടെയാണ് നീല. ഈ സൈഡിലാണെങ്കിൽ നമ്മൾ ഈ ടോപ്പ് ലെയറിനെ ഇടത്തോട്ട് തിരിക്കും, റൈറ്റ് തിരിച്ചിങ്ങോട്ട് തന്നെ. ഇപ്പോൾ നമ്മുടെ ഒരു വെള്ള മുകളിലേക്ക് പോയിട്ടുണ്ട്. വെള്ള മുകളിലേക്ക് പോയാൽ നമുക്ക് താഴോട്ട് ഇറക്കാൻ അറിയാം. ഇവിടെ ഓറഞ്ചായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് ലെയർ റെഡിയാക്കി കൊണ്ടിരിക്കുക. 2 ലെയറും കൂടിയിട്ടാണ്. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് അടുത്തത് നോക്കാം. മഞ്ഞയില്ലാത്ത ടോപ്പ് എഡ്ജ് എവിടെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ മഞ്ഞയില്ലാത്ത ടോപ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇവിടെ പച്ചയാണ്, പച്ചയായിട്ട് മാച്ച് ചെയ്യിക്കണം. ഓറഞ്ച് മഞ്ഞയില്ലാത്ത ഓറഞ്ച് ഉണ്ട്, ഇവിടെ പച്ചയുണ്ട്. പച്ചയായിട്ട് മാച്ച് ചെയ്തു. ഓറഞ്ച് ഈ സൈഡിലാണ്. അപ്പോൾ നമ്മൾ ടോപ്പിനെ ഈ സൈഡിലേക്ക് മാറ്റണം. ഇതൊക്കെ നമ്മൾ 3x3 ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ വെള്ളം മുകളിലേക്ക് പോയിട്ടുണ്ടാവും. വെള്ളം നമുക്ക് താഴേക്ക് ഇറക്കാൻ അറിയാം. അതാണ് സെക്കൻഡ് ലെയർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ലെയർ ഇനി ഈ ഒരു ഭാഗവും കൂടിയുണ്ട്. ഇനി മഞ്ഞയില്ലാത്ത ടോപ്പ് ലെയർ ഉണ്ടോ നോക്കാം. മഞ്ഞയില്ലാത്ത ടോപ്പ് ലെയറിൽ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ മഞ്ഞയുണ്ട്. അപ്പോൾ മഞ്ഞ ഇല്ലാത്ത ഭാഗങ്ങളില്ല. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഭാഗം എടുക്കാം, ഈ ഓറഞ്ച് എടുക്കാം. അപ്പോൾ ഓറഞ്ച് ഇവിടെ അല്ലേ, അപ്പോൾ നമുക്കതിനെ ഇങ്ങോട്ട് തിരിക്കാം. അപ്പോൾ ഇവിടെ മഞ്ഞയില്ലാത്ത അതേ വീണ്ടും നമുക്കൊരു ഓറഞ്ച് കിട്ടിയിട്ട് ഇവിടെ പച്ച കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓറഞ്ചായിട്ട് മാച്ച് ചെയ്യിക്കാം. പച്ച ഈ സൈഡിലാണ്. അപ്പോൾ അതിനെ സെൻറ്റർ പീസുകൾ റെഡിയാക്കാൻ വേണ്ടിയാണ് നമ്മൾ സെൻറ്റർ ലെയർ. ഇപ്പോൾ ഒരു വെള്ളം മുകളിലേക്ക് വന്നിട്ടുണ്ട്, അതിനടിയിലേക്ക് ഇറക്കാൻ ഇവിടെ ഓറഞ്ചായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. 3x3 ചെയ്തവർക്ക് ഇതൊക്കെ ചെയ്യാൻ എളുപ്പമാണ്. ഇനി ഇവിടെയും ഈ 2 ഭാഗമാണ് ശരിയാക്കാനുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ റെഡ് ഈ സൈഡിലുണ്ട്. നമ്മൾക്ക് ഇതിങ്ങോട്ട് മാറ്റി വെള്ളം മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നീലായിട്ട് മാച്ച് ചെയ്യാനുണ്ട്. ഇനി 2 സൈഡ് ശരിയാക്കാനുണ്ട്. ഇവിടെ മഞ്ഞയില്ലാത്തത് ഇവിടെ റെഡും നീലമുണ്ട്. നീലായിട്ട് മാച്ച് ചെയ്യിക്കണം. ആദ്യം നീലായിട്ട് മാച്ച് ചെയ്തു. ഇവിടെ റെഡാണ്, ഈ സൈഡിലാണ് റെഡ്. ഒരു വൈറ്റ് മുകളിലേക്ക് വന്നിട്ടുണ്ട്. നീലതായിട്ട് മാച്ച് ചെയ്യിക്കണം. ഇനി ഒരു സൈഡ് കൂടെ റെഡിയാക്കാനുണ്ട് നമുക്ക്. ഈ ഒരു ഭാഗം കൂടെ റെഡിയാക്കാനുണ്ട് നമുക്ക്. പച്ചതായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. വെള്ളത്തിനടിയിലേക്ക് ഇറക്കണം. ഭാഗം ഇനി ശരിയാക്കാനുണ്ട് നമുക്ക്. ഇതും കൂടി റെഡിയാക്കണം നമുക്ക്. രണ്ട് അടിച്ചുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ വരാം. അപ്പോൾ നമ്മൾക്കത് ഇവിടെ റിപ്പീറ്റ് ചെയ്യാം. പച്ചവടയുണ്ട്. വെള്ള മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു പീസ് ഉണ്ട് ഇനി ചെയ്യാൻ. പച്ചവട റെഡ് ഇവിടെ ഉണ്ട്. ഈ സൈഡിലാണ് റെഡ്. ഇതുകൂടി ആകുമ്പോൾ നമുക്കിത് സെക്കൻഡ് ലെയർ എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടും. 2 ലെയർ എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടും.
പച്ച വെള്ളം മുകളിലേക്ക് വന്നിട്ടുണ്ട്, അതിനകത്ത് കീഴ്പോട്ട് ഇറക്കണം. ഈ സൈഡ് കൊണ്ട് റെഡിയാക്കാനുണ്ട് നമുക്ക്. വെള്ളം മുകളിലേക്ക് വന്നിട്ടുണ്ട്. അത് എല്ലാ ലെയറും റെഡിയായി, എല്ലാ സെക്കൻഡ് ലെയർ മുഴുവൻ റെഡിയായി. അപ്പോൾ ഇതാണ്. അപ്പോൾ ഫസ്റ്റ് ലെയർ റെഡിയായി, സെക്കൻഡ് ലെയർ റെഡിയായി. ഇനി ടോപ്പിലെ ലെയറാണ് നമുക്ക് ഇതിൽ കൺഫ്യൂഷൻ വരാം. ഇതിപ്പോൾ കുഴപ്പമില്ല, ഇങ്ങനെ ഈ രീതിയിൽ കിട്ടുമ്പോൾ നമ്മൾക്ക് എളുപ്പമാണ് ചെയ്യാൻ. പക്ഷെ ചില എറേഴ്സൊക്കെ വരും, പാരിറ്റി എറേഴ്സ് എന്നൊക്കെ പറയും. ആ എറേഴ്സ് വരുമ്പോൾ നമ്മൾ ചില ഇക്വേഷൻസൊക്കെ ഉപയോഗിക്കണം. ഇതിപ്പോൾ നമ്മൾ സാധാരണ 3x3 ചെയ്യുന്ന മാതിരിയിട്ടുള്ളൊരു ടോപ്പ് ലെയറിൽ വന്നേക്കണം. സാധാരണ നമുക്കിവിടെ ചിലപ്പോൾ ഒരു ജെ പോലെ കിട്ടാം, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ലൈനായിട്ട് കിട്ടി. 3x3 അങ്ങനെ കിട്ടാറുണ്ടല്ലോ. പിന്നെ നമുക്ക് പ്ലസ് ആയിട്ട് കിട്ടാം. അതിപ്പോൾ നമുക്ക് ലൈനായിട്ട് കിട്ടി, നമുക്ക് ഇങ്ങനെ പിടിച്ച് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു സ്റ്റെപ്പ് ചെയ്തു, സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്തു, മൂന്നാമത്തെ സ്റ്റെപ്പാണ് അത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്തത് ഈ ഫസ്റ്റ് ലെയർ റെഡിയാക്കലും ഈ സെക്കൻഡ് ലെയർ റെഡിയാക്കലാണ് ചെയ്തത്. ഇനി ഇതിൻ്റെ ടോപ്പാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. പക്ഷെ അത് നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ഉപയോഗിച്ചൊക്കെ ചെയ്യണം. പക്ഷെ എങ്കിൽ കൂടി നമുക്കത് എളുപ്പത്തിൽ പഠിക്കാം, നമുക്കത് സ്പീഡിൽ ചെയ്യാൻ പറ്റും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിലിടാം. ഓക്കെ, താങ്ക് യു.